ഇത്തവണത്തെ സംസ്ഥാന അവാർഡിൽ മികച്ച ഗായകനുള്ള അവാർഡ് വാങ്ങിയ വിദ്യാധര മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. മാസ്റ്റർ എന്ത് തോന്നുന്നു ഈ അവാർഡ് നേടിയെന്ന്? ഒന്നും തോന്നില്ല, സന്തോഷമുള്ളൂ. കാരണം ഇതൊക്കെ ഒരുപാട് കാരണങ്ങളായിട്ട് നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴെങ്കിലും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അധികാരികൾ തിരഞ്ഞെടുത്തു, എന്നെ സ്വീകരിച്ചല്ലോ, അതിൽ അങ്ങേറ്റത്തെ സന്തോഷം. സംഗീത സംവിധായകനായിട്ട് നിന്നിട്ട് 10-65 വർഷമായിട്ട് 48 കൊല്ലമായിട്ട് സിനിമയായിട്ടുള്ള ബന്ധമാണ്. അതിന് മുമ്പ് നാടകങ്ങളും ഇതര പാട്ടുകൾ ചെയ്യുന്ന രംഗത്ത് 10-60 കൊല്ലമായിട്ട് ചെയ്തതാണ്. എന്നിട്ട് പോലും പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് എനിക്ക് അതിനുള്ള അവസരമില്ലാതെ ഞാൻ ഒരുപാട് പാട്ട് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പാടുക. ഞാൻ ഉണ്ടാക്കി കൊടുത്ത പാട്ടുകളൊക്കെ അവർ അതേപോലെ പാടുന്നത് വളരെ കുറവായിരിക്കും. എനിക്കറിയാം അതിൻ്റെ എക്കും മൊഴിയും അതിൻ്റെ എല്ലാവിധ ഏരിയകളും ഒരു പാട്ടിൻ്റെ മെലഡി എന്തുദ്ദേശിക്കുന്നു, എങ്ങനെയാണ് ആ പാട്ടിൻ്റെ ആശയം, അത് വ്യക്തമായി സംഗീതാവിഷ്കരണം ചെയ്ത് പുറത്തേക്ക് കേൾപ്പിക്കുന്നൊരവസ്ഥയാണ് സംഗീതാവിഷ്കരണം. അത് ചെയ്യാൻ എനിക്ക് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്കത് അറിഞ്ഞോ അറിയാതെ എന്നിൽ വന്നിട്ടുണ്ട്. അത് എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിലും എന്ത് കാര്യം ചെയ്യുമ്പോൾ വേറൊരാളെ പോലെ അല്ലല്ലോ ആവണ്ടേ, നമ്മളായിട്ട് മാറുക. വ്യക്തിത്വം എന്നുള്ള സാധനം ഉണ്ടാകണമെങ്കിൽ എൻ്റെ സിഗ്നേച്ചർ അതിൽ രേഖപ്പെടുത്തണം. അത് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടുകൾക്കും അതിന് ഒരു ഫ്രൈസും ഗുരുനാഥന്മാരും വേറെ ആളും വരില്ല. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഗായകനായിട്ട് അവാർഡ്, അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലും മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത ആളാണ് വിദ്യാധര മാസ്റ്റർ. അല്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. നമ്മളിനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഗായകനായിട്ട് സെലക്ട് ചെയ്തില്ലോ, രണ്ട് വരി പാടാം. എന്തെങ്കിലും പാട്ടുകൾ അനുമതി പാടാണ്ടല്ലോ. ഇപ്പോൾ ഗണപതിയും ശിവനും പണീദേവിയും തുണിയരുളേണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ കരീമാസത്തിരേ ആയില്ലെന്നാളിൽ പനകറാണിയാം കദ്രുവെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനു വാസുകീതക്ഷകൻ കാർഗോടകൻ തൊട്ടുള്ളായിരം നാഗൻ. ഇത് യേശുദാസ് പാടിയതാണ്. സിനിമയിൽ കൂടെ ഒരു പുള്ളൂർ പാട്ട് ലൈവായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഈ വിനാശനൊക്കെ ചേർത്ത് വികൃതമായി പുള്ളന്മാർക്ക് സംഗീതമൊന്നുമില്ലല്ലോ, അവരവരുടെ തൊഴിൽ പാട്ട് പാടുന്നു, അവർ തൊഴിലായിട്ട് നടത്തുന്ന പാട്ട് ആ രീതിയിൽ പാടണമെന്ന് ഡയറക്ടർ അമ്പിളി പറഞ്ഞപ്പോൾ ആ രീതിയിൽ ഞാൻ ദാസേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി. ദാസേട്ടനോട് നല്ല സുഖത്തിൽ ദാസേട്ടൻ മനോഹരമായി ശബ്ദത്തിൽ പാടിയാൽ അത് ദാസേട്ടൻ പാടുന്ന മാതിരി തോന്നും. ഇത് വേറെ പുള്ളം പാടുന്നതായിട്ട് പാടണം എന്നുള്ളത് എനിക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പാട്ട്. അങ്ങനെയൊക്കെ ചില അനുഗ്രഹങ്ങൾ വേറെ ആൾക്കും ഇല്ലാത്ത ചില സ്പെഷ്യലായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ചില മാറ്റി വയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവം ഉള്ള ആളാണ്. ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ഇത് പറഞ്ഞു നടക്കാനുള്ള പരസ്യ പ്രക്ഷേപണ ടെക്നോളജി എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാറില്ല. ഈ പുരസ്കാരത്തിലൂടെ അല്ല, അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എങ്ങനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് സന്തോഷമായി. പ്രേക്ഷകർക്ക് വേണ്ടി അതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക. അവരാണ് നമ്മളെ ആ രീതിയിലാക്കിയത്. അല്ലെങ്കിൽ എന്നെ വേറെ ആളൊന്നും പാട്ട് പാടിക്കും. അപ്പോൾ ആൾക്കാരുടെ ഉള്ളിലിട്ടല്ലോ, വലിയ സന്തോഷമാണ്.